ഇന്ന് വിഭൂതി തിങ്കൾ. ചാരം പൂശി ചാക്കുടുത്ത് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ചൈതന്യം പുലർത്തിയ നിനവേക്കാരെ പോലെ ശിരസിൽ ചാരം പൂശിക്കൊണ്ട് തിരുസഭയും വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. ആകയാൽ ഇതൊരു അനുതാപ ശുശ്രൂഷയാണ്. വിഭൂതി തിങ്കൾ സീറോ മലബാർ പാരമ്പര്യമനുസരിച്ച് ഉപവസിക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസവും കൂടിയാണ്. പേദ്രത്ത ഞായറിന്റെ പിറ്റേ ദിവസം, അതായത് തിങ്കൾ മുതലാണ് പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് നോമ്പ് ആരംഭിക്കുന്നത്. വിഭൂതി തിങ്കൾ, കരിക്കുറി തിരുനാൾ, കുരിശുവര പെരുന്നാൾ എന്നൊക്കെ അറിയപ്പെടുന്നു. തലേ വർഷത്തെ ഓശാന ഞായറാഴ്ച ആശീർവദിച്ച കുരുത്തോലയിൽ നിന്നുള്ള ആശീർവദിക്കപ്പെട്ട ചാരമാണ് ശിരസിൽ പൂശുവാനുള്ള കരി ഉണ്ടാക്കാനായി ഉപയോഗിക്കുക. ശിരസിൽ പൂശുന്ന ചാരം അഗ്നിയാൽ കുരുത്തോല എരിഞ്ഞ് ഉണ്ടായതുപോലെ ദൈവസ്നേഹാഗ്നിയിൽ സ്വയം ആകർഷിതരായി അവിടത്തോടൊപ്പമായിരിക്കുന്ന ഉപവാസത്തിലേക്കും നമ്മെ നയിക്കുന്നതിന് പ്രേരണമാകണം എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ അനുതാപ ശുശ്രൂഷയും അവിടെ നടത്തപ്പെടുന്ന ഭസ്മം പൂശലും ഇതാണ് നമ്മിൽ വരുത്തേണ്ട പരിവർത്തനം. ഓരോ വിഭൂതി തിരുനാളും നമ്മെ വലിയൊരു സത്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഞാനും കടന്നു പോകും, ഒന്നും സ്ഥിരമല്ല, എന്തൊക്കെ ഉണ്ടെന്നാലും വെറും കൈയോടെ മടങ്ങേണ്ടവരാണ് നാം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്റെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. അതിനാൽ മാനസാന്തരത്തോടെ ഒരുക്കമുള്ളവരായിരിക്കണം തുടങ്ങിയ ചിന്തകളാണ് ഈ തിരുനാളിനും 50 നോമ്പിനും ശക്തി പകരുന്നത്. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു, ഒരു വാചകം എന്റെ മോതിരത്തിൽ എഴുതണം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം അത്. ജീവിതത്തിൽ അമിതമായി ദുഃഖിക്കാതിരിക്കുവാനും മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കുവാനും എപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകം. ജ്ഞാനിയും വിവേകിയുമായ ബീർബൽ ഇങ്ങനെ എഴുതി, ഈ സമയവും പെട്ടെന്ന് കടന്നു പോകും. അതെ, ഈ സന്തോഷവും സങ്കടവും സൗഭാഗ്യവും എല്ലാം പെട്ടെന്ന് കടന്നു പോകും. അക്ബർ ചക്രവർത്തിയുടെ മോതിരം പോലെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വലിയ നോമ്പും. എന്തൊക്കെ ഉണ്ടെന്നാലും എത്രയൊക്കെ സമ്പാദിച്ചാലും അധ്വാനിച്ചാലും പൊടിയിലേക്ക്, മണ്ണിലേക്ക് വെറും കൈയോടെ മടങ്ങേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന ആത്മീയ യാഥാർത്ഥ്യത്തെ ഈ തിരുനാൾ തുറന്നു കാണിക്കുന്നു. തിരുവചനം പറയുന്നത് നോക്കുക, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക എന്ന്. വിഭൂതി ദിനത്തിൽ നെറ്റിയിൽ വരയ്ക്കുന്ന ചാരം കൊണ്ടുള്ള കുരിശ് യേശുവിലേക്ക് നമ്മുടെ മാർഗം കണ്ടെത്താൻ സഹായിക്കുന്ന ചിഹ്നമാണ്. എന്നും നമ്മെ ആകുലരാക്കുന്ന നമ്മുടെ ചിന്തകളിൽ കയ്യേറിയിരിക്കുന്ന ഒന്നും ശാശ്വതമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അത്. എത്ര അധ്വാനിച്ചാലും വെറും കൈയോടെ യേശുവിലേക്ക് മടങ്ങേണ്ടവരാണ് നാം എന്നും ഈ കുരിശുവര തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ പരക്കം പാഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതാവസാനത്തെ കുറിച്ച് നാം കേട്ടിട്ടുള്ളതാണല്ലോ. എന്റെ ഇരുകരങ്ങളും ശവമഞ്ചത്തിന്റെ പുറമേ ഇടണം. അതായിരുന്നു തന്റെ ചുറ്റും കൂടി നിന്നിരുന്ന പരിചാരകരോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന പരിചാരകരുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, ഈ ലോകത്തിൽ നിന്നും യാത്രയാകുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയോടെയാണ് പോകുന്നത്. ഇത് എല്ലാവരും മനസ്സിലാക്കണം എന്ന്. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യന്റെ അന്ത്യവചസ്സുകൾ. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ദൈവഭക്തനായ ജോബിന്റെ വാക്കുകൾ നാം ഓർക്കുക. നശ്വരമായ കാര്യങ്ങൾക്ക് പിറകെ പോകുന്നതിൽ നിന്നും നമ്മെ തന്നെ പിന്തിരിപ്പിച്ച് ദൈവത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം എന്ന് നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന സമയം കൂടിയാണ് നോമ്പുകാലം. സ്വർഗത്തിൽ നിത്യത അനുഭവിക്കേണ്ടവരാണ് നാം, ദൈവമക്കളെന്ന സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടവർ. അതിനാൽ ഓരോ ദിവസവും ദൈവാനുഭവത്തിൽ നാം എത്രത്തോളം വളർന്നുവെന്ന് സ്വയം ചോദിക്കണം. നോമ്പിന്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മറക്കാതിരിക്കാം, നോമ്പുകാലം എന്നാൽ ദൈവത്തോട്, ഈശോയോട് കൂടെ വസിക്കുവാനുള്ള കാലമാണെന്ന്. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് മനസ്തപിക്കാനുള്ള കാലമാണെന്ന്. ദൈവത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വരാനുള്ള കാലമാണെന്ന്. ലോകബന്ധങ്ങളോട് വിട പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥനയിൽ കൂടെ ആയിരിക്കാനുള്ള സമയമാണെന്ന്. ഇപ്രകാരം അവിടത്തോടു കൂടെ ആയിരിക്കുന്നവർ കൂടെ ചൂട് പിടിക്കും. അനുതാപം എന്നാൽ കൂടെയിരുന്ന് ചൂട് പിടിക്കുക എന്നാണ് അർത്ഥം. കത്തുന്ന മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും അഗ്നിനാവായി അപ്പസ്തോലന്മാരുടെ മേൽ ആവസിക്കുകയും ചെയ്ത ലോകത്തിന്റെ പ്രകാശമായി പ്രശോഭിക്കുന്ന കർത്താവിനോട് കൂടെയിരിക്കുന്നവർ ചൂടുപിടിക്കും. ഈ ചൂടിൽ നമ്മിലെ പാപത്തിന്റെ വില കെട്ടതെല്ലാം ഉരുകിയില്ലാതാവുകയും നമ്മുടെ ആദിമ പരിശുദ്ധി തിരികെ ലഭിക്കുകയും ചെയ്യും. മനസ്താപത്തോടെ, എളിമയോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവത്തോടു കൂടെ ആയിരിക്കാം. നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കാം.